ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ്സീസ് ഹിയർ. ഇന്നും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് സ്പേസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ജേർണി ആണെന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഇന്നോവേഷൻസ് ആണ് ഈ അടുത്ത കാലത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്പേസ് ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോണിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല കമ്മിങ് വീക്കിൽ ഈ വരുന്ന ഡേക്ക് വളരെയധികം ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. സോ മിസ് ആദ്യം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിങ്ങൾക്കറിയാം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ട്. എന്താണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പേര്? ഇറ്റ്സ് കോൾഡ് ആസ് ISRO അല്ലെ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഷോർട്ട് ഫോം ISRO, ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ബാങ്ക്. അപ്പൊ നിങ്ങൾക്കറിയാം ISRO വെച്ചിട്ടാണ് സയന്റിസ്റ്റുകൾ എല്ലാവരും പുതിയ റോക്കറ്റുകളെ കുറിച്ച്, പുതിയ സാറ്റലൈറ്റ്സിനെ കുറിച്ച്, ഇതിൻ്റെയൊക്കെ ഇന്നോവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ അല്ലെ ഇവിടെ ഉണ്ടാവുന്ന ഒരുപാട് ന്യൂസസ് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപോലെ ഹാപ്പിനെസ് നൽകിയ ഒരു സംഭവം ഇന്ത്യയിൽ നടന്നിരുന്നു. എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ലൂണാർ മിഷൻ ആയിട്ടുള്ള അല്ലെ, ലൂണാർ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂണിലേക്ക് പോകുന്ന മിഷൻ. ഓക്കെ, ചാന്ദ്രയാൻ എന്നാണ് ഇന്ത്യൻ ലൂണാർ മിഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൂൺ മിഷനെ നമ്മൾ വിളിക്കുന്ന പേര്. അപ്പൊ ചാന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഒരു വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി ഏതാണ് ആ ഡേറ്റ് എന്നുള്ളത് വളരെ സ്പെസിഫിക് ആണ്. 2023 ഓഗസ്റ്റ് 23 നമ്മുടെ മൂണില് ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. സോ നമ്മൾ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 23 എല്ലാ വർഷവും ഇനി മുതൽ നോട്ട് ചെയ്ത് വെക്കണേ നിങ്ങൾ. ഓഗസ്റ്റ് 23 ഇനി മുതൽ എല്ലാ വർഷവും നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ കമ്മിങ് വീക്കിലാണ് നമ്മുടെ ഈ ഓഗസ്റ്റ് 23 വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂൾസിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നടക്കാൻ സാധ്യതയുണ്ട്. സോ എന്താണ് നമ്മുടെ നാഷണൽ സ്പേസ് ഡേയുടെ ഒരു തീം എന്ന് പറയുന്നത്? ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിൻ്റെ എല്ലാ പരിപാടികളെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്തായിരുന്നു ചാന്ദ്രയാനിന്റെ കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓൺ 23 ഓഗസ്റ്റ് 2023 the Indian Space Research Organization reached a significant milestone by successfully landing Chandrayaan 3's lander and rover on the moon. With this, India became the 4th country to land on the moon and first to land near the southern polar region of moon. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ ഈ ലോകത്തിലെ തന്നെ 4ാമത്തെ രാഷ്ട്രമാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. മാത്രമല്ല ചന്ദ്രന്റെ തന്നെ വളരെ എത്തിപ്പെടാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ചന്ദ്രന്റെ സതേൺ പാർട്ട് എന്ന് പറയുന്നത്. സോ ലൂണാർ മിഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചന്ദ്രന്റെ സതേൺ പാർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സതേൺ പാർട്ടിൽ ഒരു റോവർ ഇറക്കുന്ന ആദ്യത്തെ കൺട്രി ആയിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ലേ അത്. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 23 നമ്മളെല്ലാവരും നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ ഒരാളെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആരാണെന്ന് അറിയാമോ ഇദ്ദേഹം? ആരാണെന്ന് അറിയുന്നവര് താഴെ കമന്റ് ചെയ്യണം. ആക്ച്വലി ഇദ്ദേഹമാണ് ഇന്ത്യൻ സ്പേസ് ജേർണിയുടെ ഒരു ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ ആണ്. അപ്പൊ ആരാണെന്ന് നിങ്ങൾ വേണം കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചന്ദ്രയാനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. സോ until then, love you all, bye bye.